അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച ഒരു ഭയങ്കര പ്രശ്നമാണ്. ഈ ചില അക്ഷരം എനിക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് ഇത് ഞാനിവിടെ കൊണ്ടുവരുവേലും ഇതിവിടെ വെക്കത്തേ ഉള്ളൂ. ചിലർക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി കണ്ണാടി വെക്കുന്നവരും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും, ഞാൻ ഈ കണ്ണാടി ഒന്നും വിമർശിക്കുവാൻ, ഞാനൊരു കാര്യം പറയണേ. എൻ്റെ മനസ്സിലൊരു ദൂത് കിടപ്പുണ്ട്, അത് നിങ്ങളിലോട്ട് എങ്ങനെ വരണമെന്ന് എനിക്കറിയത്തില്ല. അതെനിക്കറിയാതെ ഞാനിപ്പോൾ ആ കാര്യം അങ്ങ് പറഞ്ഞേനെ ഇപ്പോൾ. അപ്പം ഈ കണ്ണാടി അപ്പം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചാൽ പറയും നമ്മുടെ ഇങ്ങനെ ഈ അസുഖങ്ങളോളം ഈ കണ്ണിലോട്ട് വരുന്ന ധാരാളം നെർവുകളുണ്ട്, അതിലൊക്കെ ബ്ലോക്കുണ്ട്. അത് കാണാം 50 കഴിഞ്ഞാൽ പലർക്കും അത് അതിനാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കരയണമെന്ന് പറയുന്നത്. ഇതൊക്കെ പോകാനാ. നീയൊട്ട് കരയത്തുമില്ല, കണ്ണുനീരൊട്ട് ഇല്ല താനും. കേട്ടോ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. പണ്ടത്തെ ആൾക്കാർക്ക് ഈ അസുഖം ഇല്ല, ഞാൻ എന്നറിയോ, ഭയങ്കര കരച്ചില്ല. ആ കാരണം അവരെല്ലാ വിഷയത്തിൽ നിന്ന് വിടുതലെടുക്കുന്നത് കരഞ്ഞ. ഒരാമയും വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ കർത്താവാന്നേ ബൈബിളിൽ എഴുതിയേക്കാം, നിന്റെ കണ്ണുനീർ ഞാൻ തുരുത്തിയിൽ. ചിലരുടെയൊക്കെ വീട്ടിൽ തുരുത്തിയും കൊണ്ട് വന്നേച്ച് കർത്താവ് തിരിച്ചുപോയി, ഒരു തുള്ളി വീണിട്ടില്ല. അവിടെ മിണ്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേറ്റ് ബാങ്കിലെ 5 കോടിയുടെ റെസിപ്റ്റ് അല്ല. ജീസസ് അവൻ്റെ ഒരു ആയുസ് മുഴുവൻ അവൻ അനുഭവിക്കേണ്ട നന്മയുടെ കണ്ണുനീര്. സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുക, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ. ആര് പറയും? ഭാമി കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ചൊരു സുവിശേഷകനുണ്ട്. ആ സുവിശേഷകന് ഞാനും കൂടെ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് വിതയ്ക്കാനുള്ള വരവാന്ന് പറയാൻ പറഞ്ഞു. നിനക്ക് വിതയ്ക്കാനുള്ള വരോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുക. കാര്യം ഇപ്പം പറഞ്ഞ എല്ലാ വാക്കും സൂക്ഷിച്ചോണമെന്നാ. അതുകൊണ്ടോ ആ ഉപദേശം എഴുന്നേറ്റ് കൊടുക്കുന്ന കാര്യം അതല്ല. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് വിതയ്ക്കാനുള്ള വരവാ. എൻ്റെ സെയിം ഏജാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർക്ക് വിതയ്ക്കാനുള്ള വരവാ. അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഈ കർത്താവ് പറയുന്നത് ചില കാര്യം നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും മനസ്സിലായില്ല. ഞങ്ങൾ രണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്രം, നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വരവാ. പിന്നെയും പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, അതെന്നാ വരവാ? ഞാൻ പറഞ്ഞു, അതറിയത്തില്ല, വിതയ്ക്കാനുള്ള വരവാ. 2-3 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി എന്നെ കാണാൻ വന്നു. പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്റേ, ഞാനിത് 12ാമത്തെ സഭാചാർജ. 1 കൊല്ലം 2 കൊല്ലം ഇരിക്കത്തുള്ളൂ. ഞാൻ ഇരിക്കുന്ന കാലത്ത് ഒറ്റ ആത്മാക്കളോടെ വരത്തില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് മാറും, അവിടെ കൂട്ട സ്നാനം. ഞാൻ എൻ്റെ 12-11ഓളം സഭകളുടെ ചരിത്രം തിരിച്ചു നോക്കിയപ്പം ഞാനിടുന്നപ്പോൾ ഒന്നും നടന്നില്ലേലും ഞാൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞ ഒരു പാസ്റ്റർ വന്നാൽ അവിടെ പറഞ്ഞു, ആത്മാക്കളുടെ കൊയ്ത്ത. ഞാൻ പറഞ്ഞു, അതാ പറഞ്ഞത്, നിനക്ക് വിതയ്ക്കാനുള്ള വരവാണ്. ചില പേരൻസിനെ സന്തതിക്ക് വേണ്ടി വിതയ്ക്കാൻ കണ്ടേക്കുക. നീ തന്നെ കാണും അവർ കൊയ്യുന്ന കാഴ്ച. ഒരാമയും വരുന്നില്ല. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, അടുത്ത ചില ദിവസങ്ങളിലൂടെ ഉപവാസം നടക്കാൻ പോവുക, ഒരു വിധ നടക്കാൻ പോവുക. 2024 തന്നെ അതിന്റെ റിസൾട്ട് കൊയ്യാൻ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ ഇച്ചിരി ഗഹനമായ ദൂതിലോട്ട് വരിക. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പരിശുദ്ധാത്മാവ് ഇതിനകത്തോടെ ഇറങ്ങാൻ പോവാ. അപ്പൊ ഈ 2 കുരുടന്മാർ യേശുവിനെ കുറിച്ച് കേട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് സ്തോത്രം 2 കുരുടന്മാര് കേട്ടപ്പം സ്തോത്രം അവർ കർത്താവിനോട് കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുക. എൻ്റെ ചിന്ത പറയാ, നമ്മുടെ ഇവിടെ പലയിടത്തുമൊക്കെ ഇങ്ങനെ ചികിത്സിക്കാൻ നിവർത്തിയില്ലാത്തവർക്ക് ഈ റോഡിലൊക്കെ പാട്ട് പാടി ഒരു ഫ്ലെക്സൊക്കെ വെച്ച് കണ്ടിട്ടില്ലയോ? സ്തോത്രം, നിബി എന്ന കൊച്ചിൻ്റെ കിഡ്നി ഫെയിലായിപ്പോയി, ഈ പാട്ട് പാടുന്ന എല്ലാ പൈസ ആർക്കാ? പറ, അല്ലയോ? എല്ലാം കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ ചിലപ്പം കിട്ടുമായിരിക്കും. എന്തായാലും ആയിട്ട് ഈ പാട്ട് പാടുന്നതിന് ചിലവുണ്ട്, വണ്ടി ഓടുന്നതിന് ചിലവുണ്ട്, അതൊക്കെ കഴിഞ്ഞ് കൊടുക്കുമായിരിക്കും. എനിക്കറിയാം, ഞാനതൊന്നും ഭാഗമല്ല. അപ്പം കാശില്ലേലും പിരിവെടുത്ത ആൾക്കാർ എന്ത് ചെയ്യും? ചികിത്സിക്കും. പൈസ ഉള്ളവൻ പൈസ ഉള്ള ലെവലിൽ ചികിത്സിക്കും, പൈസ ഇല്ലാത്തവൻ പൈസ ഇല്ലാത്ത ലെവലിൽ ചികിത്സിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ചികിത്സിച്ചാലും സൗഖ്യം ദൈവത്തിൽ നിന്നാണ്. അത് വിശ്വസിക്കുന്നവരൊന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ഞാൻ ഈ സഭയെ മറ്റൊരു ലെവലിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാൻ പോവാം.
ഹല്ലേലൂയ. ഇവര് പലയിടത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് കാണും. എൻ്റെ ചിന്ത പറയുക, പലരും പല സജഷൻസ് പറഞ്ഞു, ഇന്നതായിരിക്കും പ്രശ്നം, ഇന്നതായിരിക്കും പ്രശ്നം, ഈ മരുന്ന് കഴിച്ചു നോക്ക്, ഇതുപോലൊക്കെ കണ്ണ് മൂടിക്കെട്ടി വെച്ച് നോക്ക്, ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ ഇവർക്ക് ഈ വിഷയത്തിന് വിടുതൽ കിട്ടിയിട്ടില്ല. അവരൊരു വാർത്ത കേട്ടു, ഒരുവൻ മനസ്സലിഞ്ഞാൽ, കരുണ തോന്നിയാൽ ഈ വിഷയത്തിന് പരിഹാരം കിട്ടും. നിന്നെ അലട്ടുന്ന ഏതു പ്രശ്നമായാലും ആ പ്രശ്നത്തിന് ദൈവം നിന്നോട് കരുണ കാണിക്കാൻ പോവാ. അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ, ദൈവം നിന്നോട് കരുണ കാണിക്കാൻ പോവാന്ന് പറ. ഓ ഹല്ലേലൂയ. ചിരിച്ചോണ്ട് പറ, ദൈവം നിന്നോട് എന്ത് ചെയ്യാൻ പോവാ? കരുണ കാണിക്കാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, മെഡിക്കൽ സയൻസ് കഴിയത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെ ദൈവം കരുണ കാണിക്കും. ലോകം പറഞ്ഞ് നടക്കത്തില്ല, പക്ഷെ ദൈവം കരുണ കാണിക്കും. ഇന്ന് രോഗസൗഖ്യം മാത്രമല്ല, നിന്റെ ലൈഫിന്റെ ഇരുട്ടിനെ വഴിമാറ്റാൻ ദൈവം കരുണ കാണിക്കാൻ പോവുക. ആരൊക്കെ തടഞ്ഞാലും വിളി നിർത്തരുത്. കർത്താവേ കരുണ തോന്നണമേ. ഓ യേശുവിന്റെ നാമത്തില് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട്, നിനക്ക് എവിടുന്ന സഹായമെന്ന് അറിയത്തില്ല, പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, ഈ അന്ധന്മാരെ പിടിച്ച് തുടങ്ങിക്കോ. കരുണ രോഗസൗഖ്യത്തിൽ മാത്രമല്ല, ഒത്തിരി കാര്യത്തിൽ ഞാൻ കരുണ കാണിക്കാൻ പോവാ. എത്ര പേർ അതിന് ആമീൻ പറയും? ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച നീ ഇവിടെ പ്രയറിന് വരുന്നതിന് മുമ്പ് ഈ കരുണ നിന്റെ മേൽ വീഴും. ഈ കരുണ നിന്റെ സന്തതിയുടെ മേൽ വീഴും. ഒത്തിരി വർഷങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത പല കാര്യവും, ഒത്തിരി കൊല്ലങ്ങൾ സ്തുതിച്ചിട്ട് നടക്കാത്ത പല കാര്യവും ഇന്ന് യേശുവിന്റെ ആത്മാവ് പറയുക, അവൻ നിന്നോട് കരുണ കാണിച്ചാൽ. ആരാധിക്കുന്ന ചിലരുടെയൊക്കെ അടുക്കൽ കർത്താവ് ഇറങ്ങി എന്ന് വെച്ച് പറയാം, മോനെ ഭാരപ്പെടണ്ട, നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ കരുണ കാണിക്കും, നിന്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ കരുണ കാണിക്കും, നിന്റെ വീട് പണിയുടെ കാര്യത്തിൽ ഞാൻ കരുണ കാണിക്കും, നിന്റെ മുമ്പോട്ടുള്ള യാത്രയുടെ പിമ്പിൽ ഞാൻ കരുണ കാണിക്കും, നിന്റെ ഉയർച്ചയുടെ പിമ്പിൽ ഞാൻ കരുണ കാണിക്കും.